ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതൊരു ഓണം വ്ളോഗാണ് കേട്ടോ. ഓണത്തിന് ഞങ്ങൾ അമ്മ വീട്ടിലേക്ക് പോവാണ് ട്രിവാൻഡ്രത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വ്ളോഗായിട്ട് എടുത്തിടാം. ഇതൊരു 3-4 ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ 2-ാം തീയതി രാത്രിയാണ് പോണത്. അപ്പോൾ തൊട്ട് എടുത്ത് പിന്നെ അവിടെ ചെന്നിട്ട് കുറേ ഒന്നും എടുത്തില്ല. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. 10:15 ട്രെയിന്. ഞങ്ങൾ 1 മണിക്കൂർ മുന്നേ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അടുത്ത് തന്നെയാണ്, എന്നാലും ഇനി ബ്ലോക്കിലൊക്കെ പെട്ട് പോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ ഇറങ്ങിയതാണ്. പക്ഷേ ഇന്ന് ബ്ലോക്കൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഒരു സീറ്റൊക്കെ പിടിച്ച് സെറ്റായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പം എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം ഇവിടെയൊക്കെ ആകെ പണി നടക്കുമായിരുന്നു. പക്ഷെ ഇപ്പം നല്ല പണിയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട് കേട്ടോ. നിറയെ സീറ്റുകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സാധാരണ വന്നാൽ പിന്നെ എങ്ങനെ നിൽക്കലായിരുന്നു കേട്ടോ. എന്തായാലും ട്രെയിനൊക്കെ വരാൻ ഏകദേശം സമയമായിട്ടുണ്ട് കേട്ടോ. 10:15 10:20 ആയിരുന്നു. കറക്റ്റ് ടൈമിന് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലുക്കുട്ടനെ പിടിച്ചിരുത്തുക എന്നുള്ളതായിരുന്നു കേട്ടോ വലിയ ടാസ്ക്. കാരണം കുറേ ടൈം ഉള്ളതുകൊണ്ട് അവന് നല്ല ബോറടിയായിരുന്നേ. പിന്നെ ഞങ്ങൾ വെള്ളവും പിന്നെ ഒരു ബിസ്ക്കറ്റൊക്കെ മേടിച്ച് വെച്ചു. കാരണം നേരത്തെ ഫുഡ് കഴിച്ച് ഇറങ്ങിയല്ലേ, ഇനിയിപ്പോൾ അവനെങ്ങാനും വിശന്നാലോ എന്ന് വിചാരിച്ചിട്ട് അതൊക്കെ വാങ്ങി വെച്ചിട്ടൊക്കെ ഇതെങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ സമയമായി നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാജ്യറാണിയിലാണ് കേട്ടോ പോണത്. അതുകൊണ്ട് കൊച്ചുവേളിയേരേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് വേറെ പോണേ. ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വീട്ടിലേക്ക്. പിന്നെ അപ്പോൾ ഞങ്ങൾ കയറി ഷീറ്റൊക്കെ വിളിച്ച് സെറ്റാക്കുകയാണ് കേട്ടോ. രാത്രി പോയാലുള്ള സുഖം ഇതാണ്, ഉറങ്ങി എണീക്കുമ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ ഒക്കെ വിരിച്ച് സെറ്റാക്കി അല്ലുക്കുട്ടനൊക്കെ കിടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ എത്തിയായിരുന്നു കേട്ടോ. 5:30 എന്ന് പറഞ്ഞിട്ട് 4:40 ആയപ്പോൾ തന്നെ നമ്മളവിടെ എത്തി. ഇതുവരെ ഉള്ളൂ, അതുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഒരു ഓട്ടോ ഒക്കെ എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്മയ്ക്ക് ഗുളിക കഴിച്ചുകൊണ്ട് പിന്നെ ആകെ ടയേർഡായതുകൊണ്ട് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ഒരു ചായക്കടയിൽ നിർത്തി ചായ കുടിക്കുകയായിരുന്നേ. അല്ലുക്കുട്ടനും ഞാനും കൂടെ ഒരു ബർത്തിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്പേസ് തീരെ ഇല്ലായിരുന്നു. കാരണം അവന് നല്ല നിവർന്ന് വിരിഞ്ഞ് കിടക്കണേ. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഒരേ സൈഡിൽ തന്നെയായിരുന്നു കേട്ടോ ചരിഞ്ഞ് കിടന്നത്. അതുകൊണ്ട് കൈയും ഷോൾഡറും ഒക്കെ ഭയങ്കര പെയിനായിരുന്നു കേട്ടോ. ഇനി അവിടെ പോയിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്തിയിട്ട് ഞാൻ പിന്നെ കുറേ നേരം വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഞാൻ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എല്ലാവരും ഒക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വല്യമ്മമാരും പിന്നെ നീതി ചേച്ചിയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. നീതി ചേച്ചിക്ക് ഇന്ന് ചേച്ചിയുടെ ജിമ്മിനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓണപ്പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ക്ഷീണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാനും കുറേ നേരം രാവിലെ കിടന്നുറങ്ങി. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങിയൊക്കെയാണ് കേട്ടോ അന്നത്തെ ദിവസം പോയത്. അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, പൂത്ത് നിൽക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ അതൊക്കെ വീഡിയോ എടുത്തിടാം. പോന്നപ്പോൾ ഇതിൻ്റെ കുറേ അതിൻ്റെ കൊമ്പുകളൊക്കെ ഞങ്ങൾ പൊട്ടിച്ചുകൊണ്ട് പോന്നു കേട്ടോ. പിന്നെ മൈലാഞ്ചി നിൽക്കുന്നുണ്ടായിരുന്നു. നൊസ്റ്റാൾജി അടിച്ചിട്ട് ഞങ്ങൾ അത് അരച്ച് കയ്യിലിടാം, നമുക്ക് ഇങ്ങനെ തൊപ്പി പോലെയൊക്കെ ഉണ്ടാക്കി ഇടാമെന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ജിത്തു ചേട്ടൻ്റെ ഒരു കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. അവർക്ക് ട്വിൻസാണ്. ഇത് ആമി പിന്നെ അപ്പു ഉണ്ട് കേട്ടോ. 2 പേരായിരുന്നു കേട്ടോ, ഒരു ബോയ് ഒരു ഗേളും. അവരുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ മാസം. അവരിതാ കുളിയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി കുറേ നോക്കി, പക്ഷെ അവൾ നോക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അല്ലുക്കുട്ടനും തനിക്കുട്ടിയൊക്കെ കൂടെ ചേർന്നിട്ട് തോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കളിക്കാൻ. കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ കുറേ നേരം ഒന്നും അവിടെ നിന്നില്ല, പിന്നെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ അച്ചുവും ജിത്തു ചേട്ടനും കൂടെ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു, ചന്തയിൽ. ഇന്നത്തേക്ക് മീൻ മേടിക്കാൻ കേട്ടോ. ഇന്ന് പറയുമ്പോൾ ഇത് 3-ാം തീയതിയാണ് കേട്ടോ. അപ്പം മീനൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അച്ചു എനിക്ക് എടുത്തുന്ന വീഡിയോ ആണേ. നമ്മൾ മാർക്കറ്റൊന്നും അങ്ങനെ കാണലില്ലല്ലോ, അങ്ങനെ പോകലൊന്നും ഇല്ലല്ലോ. പിന്നെ ചുമ്മാ ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണേ. ഏട്ടനെന്തോ കൊറിയറും എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ആയിട്ടാണ് കേട്ടോ മെയിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവനവിടെ നടന്നിട്ട് എല്ലാം ചുറ്റി നടന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് അവർ തിരിച്ചു പോരുന്നുണ്ട്. തിരിച്ചു പോരുമ്പോൾ തന്നെ അവൻ കുറേ എല്ലായിടവും ചുറ്റി എനിക്ക് ഒത്തിരി വീഡിയോസ് എടുത്തുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇനി നാളെ ഉത്രാടത്തിന് ജിത്തു ചേട്ടൻ്റെ വൈഫിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണ് നമുക്ക് ഉത്രാടം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളത്തേക്ക് ഇവിടെ വലിയ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകണമെന്നൊക്കെ ഞങ്ങൾ വലിയ പ്ലാനിങ് ഒക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ഒന്നും നടന്നില്ല. കാരണം ഓരോരുത്തരും ഓരോ സൈഡിലേക്ക് ഷെഡായിട്ടുണ്ടായിരുന്നു കേട്ടോ, വയ്യേണ്ടൊക്കെ ആയിട്ട്. ഉത്രാടത്തിന് മഴ പെയ്യുന്നൊക്കെ ഇങ്ങനെ ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കര നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒത്തിരി പ്ലാൻ ചെയ്താൽ പ്ലാനിങ് ഒന്നും നടക്കാറില്ല. ഇപ്രാവശ്യം മഴ പെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ ആകെ ടെൻഷൻ അടിച്ചെങ്കിലും മഴയൊന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വെയിലായിരുന്നു. എന്നിട്ടും പ്ലാൻ ചെയ്തതൊന്നും തന്നെ നടന്നിട്ടുണ്ടായില്ല കേട്ടോ.
ഇന്ന് വൈകുന്നേരം നമ്മൾ എന്താ പറയുക കോട്ടൂർ ഫോറസ്റ്റ് ഉണ്ട്, അവിടെ ആനയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് ഡാമും വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വൈകുന്നേരം എല്ലാവരും കൂടെ ചേർന്നിട്ട് പോകാമെന്നൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു 5 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് പോവാം. അങ്ങനെയൊക്കെ ഒത്തിരി പ്ലാനിങ് ഒക്കെ നടന്നെങ്കിലും ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ട് ആരും വന്നില്ല. പിന്നെ നീതി ചേച്ചിയും പ്രോഗ്രാം കഴിഞ്ഞിട്ട് എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞങ്ങൾ പോയില്ല കേട്ടോ. ആ പ്ലാൻ മാറ്റി വെച്ചു, നാളെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഉത്രാടത്തിന് നമ്മൾ അവിടെ പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് വൈകുന്നേരം പോകാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ അതും നടന്നില്ല. കാരണം അവിടെ പോയി സദ്യയൊക്കെ കഴിച്ചു വന്നപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ പ്ലാൻ വീണ്ടും മാറ്റിയിട്ടോ. ഇത് ഉത്രാടത്തിൻ്റെ ഒന്നാണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുളിച്ചൊക്കെ റെഡിയായി. ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് കേട്ടോ ഹരിതയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങളും അല്ലുക്കുട്ടനും നീതി ചേച്ചിയും കൂടെയാണ് കേട്ടോ ഒരു സ്കൂട്ടറിൽ പോയത്. പിന്നെ അവർ അവരുടെ ബൈക്കിൽ വന്നു. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഓട്ടോയിലാണ് കേട്ടോ പോയത്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങളിവിടെ ഒരു നഴ്സറി കയറി. അമ്മയ്ക്ക് പിച്ചി തൈ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പിച്ചി പൂവിൻ്റെ തൈ. അത് നോക്കി വെച്ചതാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് വാങ്ങിക്കൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ എനിക്ക് പൂ വെക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചിയോട് എനിക്ക് പൂ വാങ്ങിച്ചിട്ട് തലേ വെക്കണം എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഭയങ്കര പൈസയായിരുന്നു കേട്ടോ, ഒരു മുഴത്തിന് 100 രൂപയായിരുന്നു. അപ്പോൾ പിച്ചി കിട്ടിയില്ല, നമ്മൾ അല്ലാത്ത മുല്ല തന്നെയാണ് കിട്ടിയത്. അപ്പം ഞാൻ 2 മുഴ അത് മേടിച്ചത് ആ തലയിൽ വെച്ചിട്ട് പോവാണ് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്ക് നല്ല വെയിലൊക്കെ ആയിരുന്നുകൊണ്ട് ചേച്ചി പറഞ്ഞു നമുക്കൊരു കരിക്കൊക്കെ കുടിച്ചിട്ട് പോവാം. കാരണം അവരൊക്കെ എത്തുമ്പോഴേക്കും സമയമാവുമല്ലോ, അപ്പോൾ ഞങ്ങൾ പതുക്കെ പോവാം, അവർ ഓടി അവിടെ എത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിതാ ഒരു കരിക്കൊക്കെ കുടിച്ച് എന്നിട്ട് പിന്നെയാണ് കേട്ടോ പോണത്. അപ്പം ഞങ്ങൾ എത്തുമ്പോഴേക്കും അവരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ. ഇതൊക്കെ വല്ലപ്പോഴും ഉള്ള സംഭവങ്ങളാണല്ലോ, എല്ലാവരും കൂടെ കൂടുന്നതും ഇതുപോലെ കാര്യം പറഞ്ഞിരിക്കുന്നതൊക്കെ. അപ്പം അതൊക്കെ ശരിക്കും ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക അല്ലുക്കുട്ടനായിരിക്കും കേട്ടോ. കാരണം അല്ലുക്കുട്ടന് ശരിക്കും എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടിയ പോലെയായിരുന്നേ. ഭയങ്കരമായിട്ട് കളിയും ബഹളവും ഭയങ്കര എന്താ പറയുക ചാട്ടവും ബഹളമായിരുന്നു കേട്ടോ. ഫുഡൊന്നും തീരെ വേണ്ടായിരുന്നു. ഒന്നും പറയുകയാണെങ്കിൽ ശരിക്കും ഒന്നും കഴിച്ചിട്ട് തന്നെയല്ല ഈ ഒരു 3-4 ദിവസം. കാരണം അതിനൊന്നും സമയമില്ല. നമ്മൾ പുറകെ നടന്ന് ബഹളം കാണിച്ച് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ കുറച്ചേലും കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. കാരണം കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രം സദ്യ കഴിക്കുന്നത്. ശരിക്കും ഒത്തിരി ഡിഫറെൻ്റ് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലും മലപ്പുറത്തെയൊക്കെ സദ്യ. കോഴിക്കോട്ടത് വേറെ രീതിയാണ് കേട്ടോ എല്ലാ കറികളും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു സ്പോട്ട് ഉണ്ട് കേട്ടോ, ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുഴ അതുപോലെയൊക്കെയുള്ള ഒരു സ്ഥലമുണ്ട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതുവരെ പോകാമെന്ന് വിചാരിച്ചു. നെട്ടയിൽ നിന്നാണ് കേട്ടോ സ്ഥലയുടെ പേര്, നെട്ട. അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകുമായിരുന്നു കേട്ടോ എല്ലാവരും കൂടെ. ഞങ്ങളൊരു 4 സ്കൂട്ടർ എടുത്തിട്ട്, ബൈക്ക് സ്കൂട്ടർ അങ്ങനെയൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു 8 പേരും 2 പിള്ളേരും ഒക്കെ ആയിട്ട് ഇത് അങ്ങോട്ടേക്ക് പോകുമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല വഴിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര എന്താ പറയുക ഒരു റോഡ് ട്രിപ്പ് പോലെയാണ് കേട്ടോ പോയത്. പോകുന്ന വഴിക്ക് മങ്കീസിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ അതാ ഈ കാണുന്നത് ഇങ്ങനെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു അമ്മച്ചിയുടെ ഒരു കടയാണ് കേട്ടോ. അതിൻ്റെ കടയുടെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ ഭയങ്കര എന്താ പറയുക മീൻ പൊള്ളിച്ചത് അങ്ങനെയുള്ളതൊക്കെ നല്ല നാടൻ ഫുഡൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണേ. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അവിടെ ഒന്നും കയറിയില്ല. ഞങ്ങൾ നേരെ അങ്ങടേക്ക് പോയി. അപ്പോൾ ഇതൊക്കെ ആ ഒരു ഏരിയൻ്റെ ഭാഗമാണ് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ വെള്ളം കുറവായിരുന്നു എന്നാണേ പറഞ്ഞത്. ഇല്ലെങ്കിൽ 2 സൈഡും നിറയെ ആമ്പലൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ടാവും ഫുള്ളായിട്ട് പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ വെള്ളം കുറവാണെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ ഇവിടെ ഫസ്റ്റ് ടൈമാണ് പോണേ. അപ്പോൾ അവർ വെള്ളം കുറവാണ്, അപ്പോൾ ഇറങ്ങിയാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു കേട്ടോ. എന്നിട്ട് നമ്മൾ എങ്ങാനും പോണ വഴിക്ക് എവിടെയെങ്കിലും ഇറങ്ങാമെന്ന് പറഞ്ഞ് പോയിട്ട് എല്ലായിടും ഇതുപോലെ വെള്ളം ഇറങ്ങി കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ പോയാൽ ഒരു 5 കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ തൃപ്പരപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഇതിപ്പോൾ ബോർഡർ കഴിഞ്ഞിട്ടോ തമിഴ്നാട് എത്തിയേ. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്നാൽ പിന്നെ അവിടേക്ക് പോകാമെന്നേ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ചെറിയ പൈസയുള്ളൂ, ഒരാൾക്ക് 20-9 അങ്ങനെ എന്തോ ആണ് കേട്ടോ ടിക്കറ്റിൻ്റെ പ്രൈസ്. അത് പോകുന്ന വഴിക്ക് 2 സൈഡും നിറയെ ഇതുപോലത്തെ ഇങ്ങനെ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉള്ള കടയായിരുന്നു കേട്ടോ. പിന്നെ ഫുഡിൻ്റെതും ഒക്കെ ഉണ്ടായിരുന്നേ. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇതാണ് കേട്ടോ വെള്ളച്ചാട്ടം. ഇതിൻ്റെ മുകളിലേക്ക് വേറെ ഒരു വെള്ളച്ചാട്ടവും പിന്നെ ഇങ്ങനെ ബോട്ടിങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അങ്ങടേക്കൊന്നും പോയില്ല കേട്ടോ. കാരണം ഇവിടെ തന്നെ കുറേ നേരം കളിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് കണ്ടുപോരാന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ പിള്ളേരൊക്കെ ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെട്ട് അവിടെ നിന്ന് പോരുന്നുണ്ടായിരുന്നില്ലേ കയറാൻ. ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് ഡ്രസ്സോ തോർത്തോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തോർത്തൊക്കെ വാങ്ങിച്ച് അല്ലുവൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇറങ്ങി കളിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വാട്ടർഫാൾ പോണത്.
പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ അതും ഒരു രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ കളിച്ചു. അല്ലുക്കുട്ടനൊന്നും വരാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ തനിക്കുട്ടിയൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് ഓണമൊക്കെ ആയതുകൊണ്ടായിരിക്കും അറിയില്ല, നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മൾ അവിടെ നിന്ന് കുറേ കളിച്ചു. ഇതിൻ്റെ താഴോട്ടും ഒക്കെ വേറെയുണ്ട്. പിന്നെ അപ്പുറത്തോട്ടൊരു പാർക്ക്, അങ്ങനെ വലിയൊരു പ്ലേസ് ആണ് കേട്ടോ അത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ പക്ഷേ വേറെ എവിടെയും പോയില്ല കേട്ടോ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് സമയം തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലോണം നനയുകയും ചെയ്തു കേട്ടോ. ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കളിച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ച് കുറേ നേരം അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നേ. കുഞ്ഞു മക്കളെയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ ബൈക്കിൽ പോരല്ലേ. പിന്നെ വെള്ളത്തിൻ്റെ ഇതിലൊക്കെ ആയതുകൊണ്ട് നമ്മൾ അവരെ കൂട്ടാതെ അവിടെ ഹരിതയുടെ വീട്ടിൽ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഹരിതയുടെ അനിയത്തിനും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അധികം നേരം നിൽക്കാനും നമുക്ക് പറ്റില്ല കേട്ടോ. കാരണം നമ്മൾ ഇവിടേക്കായിട്ട് വന്നതല്ലല്ലോ. ഇനി തിരിച്ചു അത്രയും ദൂരം പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് എന്നാലും നമ്മളൊരു 1 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു തോന്നുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറേ നേരം ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ചൊക്കെ പോരാമെന്ന് വിചാരിച്ചേ. അപ്പോൾ പോരുന്ന വഴിക്ക് അവിടെ നിറയെ ഇങ്ങനെ കുട്ടി കുട്ടി കടകളുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കയറി എന്തെങ്കിലുമൊക്കെ മേടിക്കുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പം തിരിച്ച് കയറ്റാൻ നോക്കിയിട്ട് അല്ലുക്കുട്ടനും തനിക്കുട്ടിയൊന്നും വരുന്നേ ഉണ്ടായില്ല കേട്ടോ. അവരങ്ങനെ ഉള്ളിലേക്ക് പോവായിരുന്നേ. ഞങ്ങളൊന്നും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ കൂടി ഫുൾ നനഞ്ഞായിരുന്നു കേട്ടോ. കാരണം അതിങ്ങനെ ചാറ്റൽ ഇങ്ങനെ തെറിക്കുന്നത് കൊണ്ട് അങ്ങോട്ട് മാറി നിന്നാലും ഇറങ്ങി വരുന്നിടത്ത് തൊട്ടേ നമ്മൾക്ക് നല്ലോണം നനയുകയെ. ഞങ്ങൾ ഇറങ്ങിയില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തോർത്തും ഒക്കെ മേടിച്ച് തുടച്ച് ഒക്കെ അവരെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇനി പോകാനുള്ള ഇതൊക്കെ നോക്കുകയായിരുന്നു കേട്ടോ. അല്ലെങ്കിലും പ്ലാൻ ചെയ്യാതെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കര രസമായിരിക്കും കേട്ടോ. ഈ പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഈ ഒരു ട്രിപ്പ്, ഭയങ്കര രസമായിട്ട് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ സൈഡ് ലൈനിലെ കടകളിലൊക്കെ കയറി നമ്മളിങ്ങനെ ഓരോന്നൊക്കെ പർച്ചേസ് ചെയ്യായിരുന്നു കേട്ടോ. ഇങ്ങനെ വലിയ പ്രൈസൊന്നുമില്ല, വളരെ ചീപ്പ് റേറ്റിനാണ് കേട്ടോ എല്ലാം കിട്ടുന്നത്. അപ്പോൾ ഒരു 3-4 ബാഗ് തന്നെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മയും പിന്നെ വല്യമ്മയ്ക്കും പിന്നെ ശൈലജ വല്യമ്മയ്ക്കും അങ്ങനെ പിന്നെ ഗൗരിക്കും ഒക്കെ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടി കുട്ടി ഫാൻസി ഐറ്റംസൊക്കെ ഇങ്ങനെ മാല, വള, കീ ചെയിന്, ടോയ്സ്, അല്ലുക്കുട്ടൻ ഇങ്ങനെ കുറേ ടോയ്സും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഇങ്ങനെ പോകുമ്പം അതും വല്ലപ്പോഴൊക്കെ ആകുമ്പോൾ നമ്മൾ ശരിക്കും അത് എൻജോയ് ചെയ്യാമല്ലോ. ഞാനും 2-3 ക്ലിപ്പൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ മറ്റേ ആ ഒരു വൈറലായിട്ടുള്ള ഒരു കൊറിയൻ ക്ലിപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ ഫ്ലവർ പോലെ ഇരിക്കുന്നത്, അതും മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാളായിട്ട് അത് തിരഞ്ഞ് നടക്കുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് ഒരു സൈസിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എനിക്ക് കറക്റ്റ് സൈസിന് കിട്ടി. പിന്നെ അതായി ഒരു ബാഗ് അമ്മ മേടിച്ചു, ഇങ്ങനെ പച്ചക്കറിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അല്ലിക്കുട്ടനാണെങ്കിൽ ഇതാ ഓരോരോ ടോയ്സ് ഓരോ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തനിക്കുട്ടിക്ക് ഒരു കീ ചെയിൻ വേണമെന്ന് പറഞ്ഞിട്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേച്ചി അവിടെ നിന്നൊക്കെ കമ്മലെടുത്ത് ഇറങ്ങിയപ്പോൾ ഇപ്പുറത്ത് കമ്മലിൻ്റേതായിട്ടുള്ള വേറൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടെ കയറി വീണ്ടും കമ്മലൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങളിതായി ഉപ്പിലിട്ടതൊക്കെ മേടിച്ച് കഴിച്ചിട്ട് ഇനി പതുക്കെ അവിടെ നിന്ന് പോരുകയാണ് കേട്ടോ. വേറെ ഫുഡായിട്ടൊന്നും കഴിച്ചില്ല, കാരണം നമ്മൾ ഫുഡ് കഴിച്ചവിടെ ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ചുറ്റും 2 സൈഡും പൈനാപ്പിളിൻ്റെ തോട്ടങ്ങളായിരുന്നു കേട്ടോ. കൂടുതലും റബ്ബറും പൈനാപ്പിളും ആണ് കേട്ടോ പോകുന്ന വഴിക്ക് മൊത്തം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് DTDCയിൽ കൊറിയർ എടുക്കാനുണ്ടായിരുന്നു. അതും എടുത്തിട്ട് തിരിച്ചിനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പം നേരെ ഹരിതയുടെ വീട്ടിലാണ് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ കുഞ്ഞുമക്കളെയൊക്കെ എടുത്തിട്ട് നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചാൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം ഇനി തിരിച്ചു പോകാൻ കേട്ടോ. തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്കിനി പൂവൊക്കെ വാങ്ങാനുണ്ട്, നാളെ തിരുവോണത്തിന് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതും ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു ഉപ്പിലിട്ട കടയാണ് കേട്ടോ. ഈ ആൻറ്റിയുടെ പേര് ഞാൻ മറന്നു. അവിടെ ഞങ്ങൾ കാരയ്ക്ക ഉപ്പിലിട്ടത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ. എന്നിട്ട് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിക്ക് ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പർച്ചേസും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കടകട പുതിയ രാമചന്ദ്രൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് കയറാൻ പറഞ്ഞിട്ട് ചേച്ചി അവിടെ കയറിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ കയറി ശിവയ്ക്കും വിച്ചുകൂട്ടനും ഒക്കെ ഉടുപ്പെടുക്കാനുണ്ടായിരുന്നു, ജസ്റ്റ് വീട്ടിലിടുന്ന. അപ്പോൾ അതൊക്കെ മേടിച്ച് ഞങ്ങളിത് അതിന് പൂ വാങ്ങാൻ പോവാണ് കേട്ടോ, നാളെ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്. ഇത് ഇങ്ങനെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പോൾ വലിയ പ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നോർമലി വാങ്ങുന്ന അനുസരിച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ പൈസ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പൂവിന്. അപ്പോൾ ഞങ്ങളൊരു 3 കിറ്റ് പൂ മേടിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഇങ്ങനെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു താമരയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിച്ചിപ്പൂ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പൂവ്
വാങ്ങിച്ചാൽ എല്ലാവർക്കും മുതലാവില്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ മുട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. മുട്ട് കുറേ മേടിച്ചിട്ട് നമ്മൾ വിചാരിച്ച് കെട്ടിയെടുക്കാം എന്നിട്ട് വെക്കാമല്ലോ നാളെ എന്ന് വിചാരിച്ചിട്ട് മുട്ടാണ് വാങ്ങിയത്. അങ്ങനെ അതുമൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മൾ വീണ്ടും ആ നഴ്സറി കയറിയിട്ട് നമുക്ക് ആ പിച്ചിയുടെ തൈ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചേച്ചി ഇത് അതവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് ഇങ്ങ് കൊണ്ടുവരണമല്ലോ, അപ്പം വലിയ വലിപ്പമുള്ളതൊക്കെ ആയാലും നമുക്കത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടല്ലോ എന്ന് വെച്ച് നമ്മൾ ചെറുത് നോക്കിയാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഞങ്ങളത് ആ വീട്ടിലെത്തി. വൈകുന്നേരം പിന്നെ പച്ചക്കറി കട്ട് ചെയ്യലും നാളത്തേക്കുള്ള അച്ചാറുകൾ, പുളിയിഞ്ചി, നാരങ്ങ അച്ചാർ അതൊക്കെ ഉണ്ടാക്കി വെച്ചു. എല്ലാത്തിനുള്ള പച്ചക്കറികളും കട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പം നാളെ കുക്ക് ചെയ്താൽ മാത്രം മതിയല്ലോ. പിന്നെ തേങ്ങയും ചിരകി വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതാ പൂ കെട്ടാനും പിന്നെ പൂ ഇറുക്കാനും ഒക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് പേര് പൂ കെട്ടുകയാണ്. കുട്ടികളൊക്കെ ഞങ്ങൾ പൂ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. പല്ലിക്കുട്ടനൊക്കെ ഫുൾ പണിയിലാണ്. അവനും എല്ലാം നല്ല പിച്ചാനും മക്കത്തിനും കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതാ അമ്മയൊക്കെ പൂ കെട്ടായിരുന്നു. ഞാൻ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കള്ളമടി അടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ പൂവൊക്കെ പിച്ചിയൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചു. കുറേ പൂവൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചു. പിന്നെ ഹരിതയ്ക്ക് ഇങ്ങനെ ലോട്ടസിൻ്റെ ഒരു പ്രിൻ്റ് വരുന്ന സെറ്റ് മുണ്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് ഈ അരളിപ്പൂവും തുളസിയും കൂടെ വെച്ചിട്ടാണ് കേട്ടോ പൂ കെട്ടിയത്. അപ്പം അത് വെച്ചാൽ നല്ല മാച്ചിങ് ആയിരിക്കുമല്ലോ, നല്ല ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ആ രീതിയിലാണ് കേട്ടോ അവൾ കെട്ടിയെടുത്തത്. ഇതാകണ്ടോ. പിന്നെ പൂവിൻ്റെ പരിപാടിയായി കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചു പൂക്കളത്തിന് വരച്ചും കൂടെ വെച്ചിട്ട് കിടക്കാം. അതാകുമ്പോൾ രാവിലേക്ക് നമുക്ക് ഇട്ടാൽ മതിയല്ലോ. രാവിലെ എന്തായാലും നേരത്തെ എണീക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഇടാൻ വിചാരിച്ചു. പിന്നെ ഇട്ട് വന്നപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങളൊന്നും ഇട്ടില്ല കേട്ടോ. തനക്കുട്ടിക്ക് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഇത് ഇട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ കുട്ടികളൊന്നും ഉറങ്ങാത്തതുകൊണ്ട് തന്നെ നമ്മളെ കയ്യിൽ ഇരിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇട്ടില്ല. പിന്നെ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഇതാ പൂവിടുകയാണേ. അങ്ങനെ ഇതാ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ ഒരു പൂക്കളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രാവിലെ തന്നെ ചേച്ചിക്ക് തീരെ സുഖം ഉണ്ടായില്ല കേട്ടോ. ഒരുമാതിരി എന്താ പറയുക, വൊമിറ്റ് ചെയ്യാൻ വരെയും അങ്ങനെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം കഴിച്ച ഫുഡിൻ്റെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ചേച്ചി ഭയങ്കര ടയേർഡായിട്ടാണ് കേട്ടോ പൂവൊക്കെ ഇട്ടത്. പൂവിട്ട് കഴിഞ്ഞതും ചേച്ചി വൊമിറ്റ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് ട്രിപ്പ് ഇട്ടൊക്കെ കിടക്കായിരുന്നേ. അങ്ങനെ തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടോ. പിന്നെ അവർ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് എത്താൻ. അപ്പോഴേക്കും പിന്നെ ഞാനും അമ്മയൊക്കെ കൂടിയിട്ട് ഫുഡിൻ്റെതൊക്കെ സെറ്റാക്കി കേട്ടോ. കുറേയൊക്കെ വലിയ ആക്കി വെച്ചിട്ട് തന്നെയാണ് പോയത്. ബാക്കി ഞങ്ങൾ ഫിനിഷ് ചെയ്തു, ഞാനും അമ്മയും കൂടെ. പിന്നെ ഇവരൊക്കെ കുളിച്ച് രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിൽ പോവാണ് കേട്ടോ. ഞാനും അമ്മയും പിന്നെ പോയില്ല, കാരണം എല്ലാവരും കൂടെ എങ്ങനെ പോവാം, ബാക്കി പണിയൊന്നും ആയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളവിടെ അതൊക്കെ സെറ്റാക്കി കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇന്നിപ്പോൾ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ബാക്കി കിച്ചൺ പരിപാടികളൊക്കെ കഴിഞ്ഞ് ചേച്ചിയൊക്കെ എത്തിയ പിന്നെ വല്യമ്മ ബാക്കി ഒക്കെ ആക്കിക്കോളാൻ പറഞ്ഞു. പായസമൊക്കെ ജിത്തു ചേട്ടനാണ് പായസം ഉണ്ടാക്കിയത്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ നേരം അങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ സെറ്റാക്കി കേട്ടോ. എല്ലാവരുടെ വീട്ടിലും ഇന്ന് സദ്യ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ അധികം വരാനൊന്നും ആരും ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് സദ്യയൊക്കെ കഴിച്ചു കേട്ടോ. ട്രിവാൻഡ്രം സദ്യ കഴിക്കാൻ വന്നെങ്കിലും ഇന്നിപ്പോൾ ഞങ്ങളുടെ സദ്യയാണ് കേട്ടോ ആയതൊക്കെ. ഇവിടുത്തെ ഒരു സ്റ്റൈലിൽ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ സേമിയ പായസവും ബോളിയൊക്കെ കൂട്ടി പായസമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം റെസ്റ്റ് എടുത്തേ. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ചുമ്മാ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് കുട്ടികൾക്കൊക്കെ ഒരു രസമാവുമല്ലോ വിചാരിച്ചു ചുമ്മാ ഓരോരോ ഓണപ്പരിപാടികളൊക്കെ നടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. ഇങ്ങനെ സുന്ദരിക്ക് പൊട്ട് തടലും പിന്നെ ഇങ്ങനെ കലം അടയ്ക്കുന്ന അങ്ങനെ കുട്ടി കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആലുക്കുട്ടനൊക്കെ നല്ല രസത്തിൽ പൊട്ടൊക്കെ തൊട്ടിട്ടുണ്ടായിരുന്നേ. വലിയ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സെറ്റപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്. പിന്നെ നമ്മളുടെ മെയിൻ ഉദ്ദേശം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ, അതെന്തായാലും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ചേർന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ഉദ്ദേശിച്ച ഫണ്ട് എന്തായാലും കിട്ടി കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ കലം അടയ്ക്കുന്ന ഒരു പരിപാടിയും കൂടെ സെറ്റ് ചെയ്തു കേട്ടോ. ഇങ്ങനെ കെട്ടിത്തൂക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ നിലത്ത് വെച്ചിട്ട് അത് കണ്ടുപിടിച്ച് അതിനെ അടിക്കുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തത്. അതും നല്ല രസമായിട്ട് തന്നെ ഉണ്ടായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഫുള്ളാക്കാൻ പറ്റില്ല. പിന്നെ കുഞ്ഞുങ്ങൾ കരഞ്ഞ് അവർ ഉറങ്ങിക്കിടന്നപ്പോഴാണ് കേട്ടോ ഈ പരിപാടിയൊക്കെ എടുത്ത്. അവർ ഉണർന്നിരിക്കുകയാണെങ്കിൽ ഒന്നിനും നടക്കില്ല. പിന്നെ അവർ ഉണർന്നപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ നിർത്തി വെച്ചു കേട്ടോ. പിന്നെ അവരുടെ പുറകെ പോയി.
പക്ഷെ ശരിക്കും എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. സാധാരണ നമ്മൾ ഇവിടെയാണെങ്കിൽ വലിയ പരിപാടികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ. ചിലപ്പോൾ സദ്യ ഉണ്ടാക്കും, ഇല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കും. പിന്നെ ഞങ്ങളുടെ 3 പേരും അത്രയല്ലേ ഉണ്ടാവുള്ളൂ. ഒന്ന് പെരിന്തൽമണ്ണ വരെ പോവേ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ കൂടിയപ്പോൾ നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടോ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കേട്ടോ, ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 20 വർഷമൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം ആദ്യമായിട്ടാണ് ഞങ്ങൾ നാട്ടിലിങ്ങനെ ഓണം ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടുമ്പം അതിൻ്റെ ഒരു രസം വേറെയാണല്ലോ. ഇനി നാളെ അപ്പൂപ്പൻ്റെ പിറന്നാളാണ് കേട്ടോ, അവിട്ടത്തിന്. അപ്പം പിന്നെ എല്ലാവരും വരും, എല്ലാ വലിയമ്മമാരും വരും, പിന്നെ ഹരിതയുടെ വീട്ടിൽ നിന്നും അങ്ങനെ എല്ലാവരും വരുന്നൊരു ദിവസമാണ് കേട്ടോ നാളെ. അപ്പോൾ പിന്നെ ഇനി അതിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ രാത്രി പിന്നെ അതിൻ്റെ പരിപാടികളൊക്കെ ആയിരുന്നേ. നാളെ നമ്മളിനി സദ്യയൊന്നും വേണ്ട വെച്ചു, കാരണം 2 ദിവസമായിട്ട് സദ്യ ആയതുകൊണ്ട് അതൊക്കെ മടുത്തു. അപ്പോൾ നാളെ ഇനി എന്തെങ്കിലും നോൺ വെജ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവരുടെയും ഇഷ്ടത്തിന് നമ്മൾ കപ്പയൊക്കെ ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. കപ്പയും ചിക്കനും അങ്ങനെയൊക്കെ ആക്കാം. അതാകുമ്പം എല്ലാവർക്കും ഇഷ്ടമാവും, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണല്ലോ വിചാരിച്ചിട്ട് അതാണ് കേട്ടോ ചെയ്തത്. രാത്രി അത്തം ഇളക്കിയതിൻ്റെ പൂരാണ് കേട്ടോ ഈ കാണുന്നത്. അല്ലിക്കുട്ടനും തനിക്കുട്ടിയും കൂടെ അത് മൊത്തം അവിടെ ഒക്കെ സ്പ്രെഡ് ചെയ്ത് അത് വാരിക്കളിച്ച് ആകെ ഒരു ബഹളമായിരുന്നു കേട്ടോ. പിന്നെ രാത്രി കുളിപ്പിച്ചിട്ടാണ് കേട്ടോ രണ്ടിനെയും കയറ്റി കിടത്തിയത്, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ഇത് ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ ആ പിറ്റേന്നത്തേക്കുള്ള പരിപാടി രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കപ്പയൊക്കെ അരിഞ്ഞ് അതിനെ ഇളക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. കപ്പ മാത്രം ഇങ്ങനെ ഇളക്കിയെടുക്കുക ചെയ്യുന്നത്. പിന്നെ ചിക്കൻ കറി വെക്കുന്നുണ്ട്. പിന്നെ അപ്പൂപ്പന് ഇഷ്ടമുള്ള പായസമാണ് കേട്ടോ, കടലപ്പായസം, പ്രഥമനാണ്. അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കപ്പയൊക്കെ വല്യമ്മ ഉണ്ടാക്കി, ചിക്കൻ കറി അമ്മയും എല്ലാവരും കൂടെ ചേർന്നാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ പായസം വല്യമ്മയും ജിത്തു ചേട്ടനും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. കടലപ്പായസം ഉണ്ടാക്കാൻ ഭയങ്കര പണിയാണല്ലോ. അപ്പോൾ കുറേ മണിക്കൂറുകൾ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത്, കാരണം അതങ്ങനെ വരട്ടി കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇതാ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. ഇതാ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ കഴിച്ച് കുറേ പേരൊക്കെ കുറേ നേരം ഇരുന്ന് പിന്നെ കുറേ പേരൊക്കെ പോയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പാക്കിങ് ആയി, കാരണം ഞങ്ങളിന്ന് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറേ പച്ചക്കറികളും ചെടികളും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാരങ്ങയൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചു. പിന്നെ കുറേ സ്നാക്സും കാര്യങ്ങളും ബോളിയൊക്കെ എടുത്തതാണ് പാക്ക് ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു പോരുകയാണ് കേട്ടോ. അല്ലിക്കുട്ടന് തീരെ ഇഷ്ടമുണ്ടായില്ല കേട്ടോ പോരാൻ വേണ്ടിയിട്ട്. ഭയങ്കര കരച്ചിലായിരുന്നു, വല്യമ്മേനെ കാണണം, ജിത്തു ചേട്ടൻ അവിടെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഒരുവിധം പറഞ്ഞൊക്കെ സമാധാനത്തിലാക്കിയിട്ടാണ് കേട്ടോ ഈ പോരുന്നത്. അപ്പോൾ അതാ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറച്ച് ലെങ്തി വീഡിയോ ആണ്, എന്നാലും ഇതൊക്കെ ഒരു ഓർമ്മയില്ലേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യാതെ ഫുൾ അപ്ലോഡ് ചെയ്ത്. അപ്പോൾ ബൈ.